ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഹാദിയ സാമൂഹിക മികവിന് ഒരു കേന്ദ്രം തുടങ്ങിയിരിക്കുകയാണ്. തുടങ്ങിയത് പരിശുദ്ധമായ പാണക്കാട്. പാണക്കാട് എന്ന് പറയുന്നത് അതിലെ ഓരോ അക്ഷരങ്ങളും സൂചിപ്പിക്കുന്നത് പോലെ ഒരുപാട് നന്മകളുടേതാണ്. ദീർഘമുള്ള പക്വതയുടെ പാരമ്യതയാണ്. തണലിന്റെ കാരുണ്യത്തിന്റെ തണലാണ് യഥാർത്ഥത്തിൽ അച്ചടക്കത്തിൻ്റെതാണ് തന്റെ ഇടത്തിന്റെ ഡായാണ് പാണക്കാടിന്റെ 4ാമത്തെ അക്ഷരം. കേരളത്തിലെ ഏറ്റവും സുരക്ഷിതമായ നാട് പാണക്കാടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളാരും നിഷേധിക്കില്ല. ജാതി മതഭേദമന്യേ മുഴുവൻ മലയാളികളും ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാതെ പാണക്കാടിനെ തിരിച്ചറിയുന്നുണ്ട്. എന്താണ് പാണക്കാടിന്റെ പ്രത്യേകത? ഇവിടെ കളവ് പറയാൻ തയ്യാറാകാത്തതിന്റെ പേരിൽ കൽത്തുറുങ്കിൽ അടക്കപ്പെട്ട ഒരു ആറ്റക്കോയത്തങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്ന മലബാറിലെ ചെറുപ്പക്കാർക്ക് അദ്ദേഹം ഒരു ഉറുക്ക് കൊടുത്തു അത്രേ. ബ്രിട്ടീഷുകാർ പിടിച്ച് ഈ യുവാക്കളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഉറുക്കുണ്ടോ എന്ന് പറഞ്ഞപ്പോ തങ്ങൾ ഉറുക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. തങ്ങളോട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വന്ന് പറഞ്ഞു അത്രേ, തങ്ങളെ ഉറുക്ക് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സുഖമായി നിൽക്കാം. തങ്ങൾ പറഞ്ഞു, നൽകിയ ഉറുക്ക് ഇല്ല എന്ന് പറയാൻ എന്റെ ആദർശം അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണ് തമിഴ്നാട്ടിലെ വേലൂരിലെ കൽത്തുറുങ്കിൽ അകപ്പെട്ട് അവിടെ അന്ധവിശ്വാസം വലിക്കേണ്ടി വന്നത്. ഇവിടെ നാനാജാതി മതസ്ഥർക്ക് പൂമത്ത വിരിച്ച ഒരു പൂക്കോയത്തങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത? മൗനം കൊണ്ട് ഉഗ്രമായി പ്രസംഗിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ബുദ്ധി കൊണ്ട് വർഗീയതയെ നേരിട്ട മഹാനായ നേതാവ്. ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യയോളം വളർന്ന് ലോകത്തോളം വികസിച്ച ആ ശിഹാബ് തങ്ങൾ. ഇവിടെ മറ്റൊരു മുത്തുമോനുണ്ടായിരുന്നു. ഒരു വലിയനെ പോലെ ജീവിച്ച ഈ സമുദായത്തിന്റെ മുന്നിൽ കരുത്തിന്റെ ഗോപുരമായി നിലകൊണ്ട വിശുദ്ധ റമദാനിലെ രാത്രികളിൽ അയൽപക്കത്തുള്ള നിസ്കാര പള്ളികളിലെ തുന്നുവിട്ട മുസ്ഹഫുകൾ കൊണ്ടുവന്ന് തറാവിഹി നിസ്കാരത്തിന് ശേഷം രാത്രി ഉറക്കൊഴിച്ച് സ്വന്തം കൈകൾ കൊണ്ട് ബൈൻഡ് ചെയ്തിരുന്ന ഒരു സൂഫി വര്യനായ മുത്തുമോൻ ഉണ്ടായിരുന്നു. അവരുടെ പിന്മുറക്കാരായ സയ്യിദുമാരുടെ നാട്ടിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. എന്താണ് ഈ സെന്ററിന്റെ ലക്ഷ്യം? പാണക്കാടിന്റെ സുഹൃതം പൂർവേന്ത്യയിലേക്ക് വ്യാപിപ്പിക്കുക, പാണക്കാടിന്റെ വെളിച്ചം ഉത്തരേന്ത്യയിലേക്ക് വ്യാപിപ്പിക്കുക, പാണക്കാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സ്ഥാപനം സ്ഥാപിക്കുക. ഇതിന് നേതൃത്വം നൽകുന്നത് ആരാണ്? നമുക്കറിയാം, പശ്ചിമഘട്ടത്തിന്റെ മുകളിലൂടെ റോഡുണ്ടാക്കിയത് ടിപ്പു സുൽത്താനാണെങ്കിൽ പാലമുണ്ടാക്കിയത് ബാപ്പുട്ടി ഹാജിയാണ്. ആ പാലത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമൂഹമാണ് ഈ സെന്ററിലൂടെ വളർന്നു വരുന്നത്. നിങ്ങൾ എന്നോട് ചോദിക്കും, മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന ഒരു സെന്റർ എന്തിനാണ് പാണക്കാട് എന്ന്. ഞങ്ങൾ ഇതിന് വിഭവശേഷി കാണുന്നത് കേരളത്തിൽ നിന്നാണ്. ഇതിന് മനുഷ്യശേഷി കാണുന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെ ഏറ്റവും സുരക്ഷിതമായ നാടാണ് പാണക്കാട്. എന്തുകൊണ്ട്? ഭിന്ന മനസ്ഥിതിയിലുള്ള ആളുകൾ, ഭിന്ന വ്യവസ്ഥിതിയിലുള്ള ആളുകൾ, ഒരേ മനസ്ഥിതിയിലും ഒരേ വ്യവസ്ഥിതിയിലും നിരക്കുന്ന ആളുകൾക്ക് പരിഗണന നൽകിയ ഒരു പ്രത്യേകമായ മണ്ണാണിത്. ജനങ്ങൾ നടന്നു ശീലിച്ച ഒരു ഗ്രാമം. ഇവിടെ ആളുകൾക്ക് പാണക്കാടിന്റെ സുഗന്ധം നൽകുന്ന ഒരു സെന്റർ ഇത് ആരംഭിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കൊരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ ഒരു കൃത്യമായ ഗുണഭോക്താക്കളാണ്. ഒരു 40 വയസ്സുള്ള ഒരാൾക്ക് ദാറുൽ ഹുദയിൽ വന്ന് ഞാനൊരു മാസം ഇവിടെ പഠിക്കട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കോഴ്സ് ദാറുൽ ഹുദയിൽ ഇല്ല എന്ന് പറയും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 50 വയസ്സുകാരനായ ഒരാള് ഞാൻ ഇവിടെ 7 ദിവസം താമസിക്കട്ടെ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി